അസ്സലാമു അലൈക്കും. അദ്രാൻച്ച, ഈ അജുവ കണ്ണാടിപ്പാറിനെ പറ്റി പ്രവർത്തനത്തെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് സംഭവം? ഇവിടേക്ക് കുറച്ച് ആൾക്കാർ എന്ത് സാധനങ്ങളെല്ലാം ആവശ്യമില്ല, അതെല്ലാം ഒന്ന് പറയാമോ? അജുവ കണ്ണാടിപ്പാറ നിങ്ങൾ അറിയുന്നത് പോലെ തന്നെ എല്ലാ കൊല്ലം റംസാൻ മാസത്തിൽ വിധവകൾക്ക് കിറ്റ് നൽകുന്നതാണ് നമ്മുടെ മുഖ്യ വലിയൊരു പരിപാടിയായിട്ട് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും അറിയാം, 10-14 കൊല്ലമായിട്ട് ചെയ്തു വരുന്നതാണ്. അതിൻ്റെ ഇടയിലാണ് 4-5 വർഷത്തോളമായി ഈ മേഖലയിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വരുന്ന, അത്യാവശ്യം എന്ന് വെച്ചാൽ അത്യാവശ്യം എന്നാൽ പെട്ടെന്ന് കിട്ടുകയില്ല, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ഒരു മരണ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ. ഇപ്പൊ നിങ്ങൾ കാണാം, ഇത് മയ്യത്ത് കിടത്തുന്ന കട്ടിലാണ്. ഇത് കുറെ സാധനങ്ങളാണ്. ഇത് കുറെ സാധനങ്ങളാണോ? ഇപ്പൊ പുറത്ത് പോയിട്ടുണ്ട്. അതേപോലെ വെള്ളം ചൂടാക്കുന്ന ചെമ്പ്, അത് കാണുന്നുണ്ടാവും. ഈ ചെമ്പ്, അതേപോലെ ഡ്രമ്മ്, പ്ലാസ്റ്റിക് ഡ്രമ്മ്, ഇപ്പൊ ടാർപോളിന് പെട്ടെന്നൊരു മഴ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക്, 10 ആൾക്കാർക്ക് ഇങ്ങനെ നിൽക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ടാർപോളി വലിച്ചു കെട്ടാനുള്ള സൗകര്യം വേണ്ടി വരും. അവിടെ കസേരകൾ വേണ്ടി വരും. പെട്ടെന്ന് രാത്രി സമയത്ത് ഏതെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇത്തരം സാധനങ്ങളൊന്നും പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ നമുക്ക് 4-5 കൊല്ലമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന വലിയ ഒരു സേവനമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അപ്പൊ നമുക്കിപ്പോ ഇത്ര കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇത്രയും നല്ല കസേര കുറെ ഉണ്ടായിരുന്നു. അപ്പോൾ പല വീടുകളിലേക്കും കൊണ്ടുപോകുന്ന കാരണം കൊണ്ട് കുറെ പൊളിഞ്ഞു പോയിട്ടുണ്ട്, കുറെ പൊളിഞ്ഞു, ഇതുപോലെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറെ കസേരകൾ കുറവായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ പുറത്തും പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് കുറെ സാധനങ്ങൾ ആവശ്യമുണ്ട്. അജുവ കണ്ണാടിപ്പാറയുടെ ലെവലിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് കുറേ സാധനങ്ങൾ വേണം. ഒരു 4-5 ലക്ഷം രൂപയോളം ഇനിയും വേണ്ടി വരുമെന്നാണ് ചെറിയ രീതിയിൽ പറഞ്ഞാൽ. ഒരു 5 ലക്ഷം രൂപയോളം ഇനിയും വേണ്ടി വരും. കാരണം മയ്യത്ത് കുളിപ്പിക്കുന്ന കട്ടില്, അതേപോലെ അതിന്റെ ടെന്റ് ഒന്ന് വാങ്ങണമെന്നുണ്ട്. അതേപോലെ ഒരു ജനറേറ്റർ നമുക്ക് വേണം. പെട്ടെന്നൊരു കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു മരണ വീട്ടിൽ അത്യാവശ്യമായിരുന്നത് ഒരു ജനറേറ്ററാണ്. കുറെ ആൾ ചോദിക്കുന്നത് കണ്ണാടിപ്പാറ മേഖല മാത്രം, അതൊന്ന് പറഞ്ഞു. നിങ്ങൾ കാണാം, ഇതിപ്പോ കണ്ണാടിപ്പാറ മേഖല മാത്രം എന്ന് വിചാരിച്ചു, അതൊന്ന് പറഞ്ഞില്ലല്ലോ. കണ്ണാടിപ്പാറ മേഖല മാത്രമല്ല, നാട്ടിൽ ഇപ്പൊ ഉപ്പള മേഖലയിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒസങ്കടിയിൽ ഒരു മരണം നടന്നപ്പോൾ ഇവിടെയും സാധനം കിട്ടാതെ പെട്ടെന്ന് വന്നപ്പോൾ ടെമ്പോയിലിട്ട് കൊണ്ടുപോയതാണ്. അതേപോലെ സുരക്ഷിതമായി കൊണ്ടുവരുന്നവരുണ്ട്. ഇതേപോലെ ഈ സാധനമാണ്, ഇത് മരണ വീടുകളിലേക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. ഇപ്പൊ 2 സാധനമേ നമ്മളേലുള്ളൂ. അപ്പൊ നമുക്ക് ഇതേപോലത്തെ കുറച്ച് സാധനങ്ങൾ ഇനിയും വാങ്ങണം. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇത്തരം കാര്യങ്ങൾക്ക് താല്പര്യപ്പെടുന്നവർ, സഹായിക്കാൻ താല്പര്യപ്പെടുന്നവർ. എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലേക്കുള്ളതാണ്, നമ്മളെ കൗമിനുള്ളതാണ്. അപ്പോൾ എല്ലാവരും സഹായിക്കണമെന്ന്. പക്ഷെ കർണാടക, പിന്നെ ഇതിലെ പുത്തൂർ, അതിലെ കർണാടക മാംഗ്ലൂർ സൈഡ്, മൊത്തം സൈഡിൽ തലപ്പയും മഞ്ചേശ്വരം മണ്ഡലം ഉൾപ്പെടുന്ന എല്ലാവർക്കും ഇത് നമ്മൾ സാധനം എത്തിക്കുന്നത്. കർണാടിപ്പാറ മേഖല മാത്രമല്ല, പല ആൾക്കാരും വിചാരിച്ചത് കർണാടിപ്പാറ മേഖല മാത്രമല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോരുത്. കാരണം ഇപ്പോ നമ്മുടെ ഈ തൊട്ടടുത്ത് കഴിഞ്ഞാൽ ബോർഡറാണ്. ആ ബോർഡറിന്റെ അപ്പുറത്തുള്ളത് കല്യാണ മേഖലയിലേക്ക്, കല്യാണത്തിന്റെ അപ്പുറത്ത് ഈ ഇടയ്ക്ക് വൈരിക്കട്ട ഭാഗത്തേക്ക് പോലും ഇവിടുന്ന് സാധനം പോയിട്ടുണ്ട്. അതേപോലെ നമുക്ക് കിറ്റ് നൽകുന്നത് എല്ലാവർക്കും അറിയാം. ഇത് കർണാടിപ്പാറ മാത്രമല്ല, കാസർഗോഡ് ജില്ല മാത്രമല്ല, കർണാടകയിൽ ഇപ്പൊ വിനീതനായ ഞാൻ ഈ കഴിഞ്ഞ റംസാൻ മാസത്തിൽ അവസാന പെരുന്നാൾക്ക് ഒരു ദിവസം മുമ്പ് വരെ പെരുന്നാള് ആടെ തെക്കുപുറ കൊടുത്ത്, ആ സമയത്ത് പോലും കിറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. കാരണം പ്രവർത്തകർ കുറവായത് കൊണ്ട്, പ്രവർത്തകർ കുറവല്ല, പെരുന്നാളായതുകൊണ്ട് ആൾക്കാരെ കിട്ടുന്നില്ല. ആ ബിസി ടൈം അതുകൊണ്ട് കിട്ടുന്നില്ല. അന്ന് രാത്രി കിറ്റ് കൊണ്ടേ കൊടുത്തിട്ടുണ്ട്, കർണാടകയിൽ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കാസർഗോഡ്, ചെങ്കള, ബോവിക്കാനം, പൊവ്വല്, അതേപോലെ പാണത്തൂർ വരെ ഇവിടുന്ന് സാധനം പോയിട്ടുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് അറിയാം. എല്ലാവരും സഹകരിക്കണം. എന്തെങ്കിലും ഒരു നമ്മളെ കയ്യിൽ 1000, 500, 100, 10 എന്ന അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ഇട്ട്. അജുവയുടെ അക്കൗണ്ടാണ് സ്വന്തം, അതൊന്ന് പറഞ്ഞു. അജുവയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് തന്നെ ഉണ്ട്. ആ അക്കൗണ്ട് നമ്പർ ഡിസ്പ്ലേ ചെയ്യാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.